ഹായ് ഹലോ. കാക്കക്കൂട്ടത്തിലേക്ക് കല്ലെറിയുക എന്ന ഒരു പദപ്രയോഗം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? എങ്ങാനും അതുപോലെ കാക്കക്കൂട്ടത്തിലേക്ക് കല്ലെറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ബഹുത്ത് കേമായി എന്ന് പറയാം കേട്ടാ. അതായത് കാക്കകൾ എന്താ പറയുക, കോലാഹലം ഉണ്ടാക്കിയിട്ട് നമ്മളെ വന്ന് പറിക്കാൻ നോക്കൂലേ, നമ്മുടെ തലയിലൊക്കെ വന്ന് നമ്മുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊത്താനായിട്ട് ശ്രമിക്കും. അത്രയും ഐക്യമാണ് അവരിൽ. ഒരാളെ പോലും മറ്റൊരാൾക്ക് ഉപദ്രവിക്കാനുള്ള ഇട അവർ കൊടുക്കില്ല. അത്രയും ഐക്യമാണ് അവരുടെ കാര്യം. അതുപോലെയുള്ള കാക്കകളുടെ ഒരു സ്റ്റോറിയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഇത് സ്ഥലം എറണാകുളം കാക്കനാട് സുരഭി നഗറാണ്. അവിടെയാണ് എളേമ താമസിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ പല പ്രാവശ്യം ഞാനിത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു പോവാറാണ് പതിവ്. ഇപ്രാവശ്യം ഓർത്ത് വെച്ച് ഞാൻ ഇതെടുത്തു കേട്ടോ. കാക്കനാട് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൻ്റെ ഉൽപ്പത്തി നമുക്കറിയാം അല്ലേ? കാക്കകളുടെ നാട് എന്നുള്ളത് ലോപിച്ച് വന്നിട്ടുള്ളതായിരിക്കാം കാക്കനാട് എന്നുള്ളത്. അപ്പോഴേ എന്തായാലും ആ ഒരു പേരിൽ അതിൻ്റെ ഒരു സാരാംശം കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സന്ധ്യയോടടുത്ത് 5:30, 6 മണി, 7 മണിക്കുള്ളിലായിട്ട് കാക്കകൾ വന്ന് കൂടണയണേൻ്റെ ഒരു കോലാഹലമാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അവർ വളരെ അകലേക്ക് തീറ്റ തേടി പോയി മടങ്ങി വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയും ഒക്കെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേൻ്റെ തിക്കും തിരക്കും ബഹളാണ്. കുഞ്ഞുങ്ങൾ ശരിയല്ലേ, കറക്റ്റല്ലേ, കൂട് ശരിയല്ലേ എന്നൊക്കെയുള്ള അവരുടെ ഒരുക്കങ്ങൾ. അതായത് അവിടുത്തെ മനുഷ്യരും തിരക്കിലുള്ളവരാണ്. അവരും മടങ്ങി വന്ന് അവരുടേതായ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളും അന്നേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും തിരക്കിലാണ്. ഇത്രയും തിരക്കുള്ള ഒരു സിറ്റി കേരളത്തിലെ, അതുപോലെ ശബ്ദമുഖരിതമായിട്ടുള്ള സിറ്റി വേറെ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. ആ കാക്കനാട്, അതായത് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ് കേട്ടോ ഈ കാക്കകളുടെ ഈ കൂടണയൽ എന്നുള്ള ഈ ഒരു പരിപാടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടുത്തെ മനുഷ്യരും ഈ ജീവികളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പരസ്പര ധാരണ. അവിടുത്തെ മനുഷ്യർ ഇതിനെക്കുറിച്ചൊന്നും ബോധേടെ അല്ല എന്നുള്ളതാണ് എന്നെ ഏറെ അതിശയിപ്പിച്ചത്. കാരണം അവർ അവരുടെ തിരക്കുകളായിട്ട് അവർ ജീവിക്കുന്നു. കാക്കകളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരും ജീവിക്കുന്നു. അപ്പോഴാണ് എനിക്കൊരു കഥ ഓർമ്മ വന്നത്. കഥയല്ല കേട്ടോ, അനുഭവമാണ്. നോർത്തിലോ അതോ കേരളത്തിലാണോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഒരു കുടുംബനാഥ തൻ്റെ അയൽക്കാരൻ്റെ കോഴികളുടെ ശബ്ദം മൂലം തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനാകുന്നില്ലെന്നും പറഞ്ഞ് കോടതി കയറിയ ഒരു കഥ. അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുതേ. അങ്ങനെ പരസ്പരം സഹജീവികളോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന ആ ഒരു കഥ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവാണ് കേട്ടോ ചെയ്തത്. എന്തായാലും എനിക്കിത് വളരെ എന്താ പറയുക, ഭയങ്കര ഒരു സ്നേഹം പ്രകൃതിയോട് അല്ലെങ്കിലും എനിക്ക് ആരാധന കൂടുതലാണ്. പ്രകൃതിയുടെ ഈ ഓരോ അതിശയോക്തികളോടും എനിക്ക് വാത്സല്യവും ഇഷ്ടവും സ്നേഹവും ബഹുമാനം ഒക്കെ കൂടുതലാണ്. ഇതും കൂടെ കണ്ടപ്പോൾ മുഴുവനായി. അപ്പോൾ ദാ ചീറിപ്പായണ വാഹനങ്ങളുടെ ഹോണടിക്ക് വെക്കുമ്പോൾ ചില സമയത്ത് ഒരു കൂട്ടത്തോടെ പറന്നുയരുകയും അതേ സ്പീഡിലേക്ക് തന്നെ വീണ്ടും താഴെ ഇറങ്ങുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ.